hello, welcome back to my YouTube channel Blush with Arya. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിക്സ് തേച്ചാൽ നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കുമോ എന്നൊരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ആണ് കേട്ടോ. അപ്പം വിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ചുമ അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആവി കൊള്ളാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വിക്സിൽ അടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കണോ എന്നതാണ് നമ്മൾ കുറേയധികം വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ വിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ ഇതിൽ പറയാം കേട്ടോ. പിന്നെ ഈ ഒരു വിക്സിൽ എന്തൊക്കെയാണ് ഈ ഒരു മുടി വളർച്ച ഇരട്ടിയാക്കാൻ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ടും ഈ ഒരു വിക്സിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കർപ്പൂരമാണ്. ഇതിൽ മെയിനായിട്ടും അടങ്ങിയിട്ടുള്ളത് കർപ്പൂരമാണ്. കർപ്പൂരം എന്ന് പറയുന്നത് ഒരു ചെടിയുടെ കറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയും നല്ല എന്താ പറയുക, ഒരു ചെടിയുടെ കറയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഹെയറിനൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു വിക്സിൽ ഇവർ ചേർത്തിട്ടുള്ള ആ ഒരു കർപ്പൂരം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മെൻതോളാണ് പിന്നെ വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ഒരു കെമിക്കലാണ്. അപ്പോൾ ഈ ഒരു രണ്ട് സാധനത്തിൻ്റെയും, അതായത് കർപ്പൂരത്തിൻ്റെയും മെൻതോളിൻ്റെയും മെയിനായിട്ടുള്ള ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഫമൊക്കെ ചുമയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കുറയ്ക്കാനും കഫമൊക്കെ ഒന്ന് നമുക്ക് ഇതൊന്ന് പുരട്ടി കഴിഞ്ഞാൽ കഫത്തിനൊക്കെ ഒരു റിലീഫ് കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും. പിന്നെ മെയിനായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ടർപ്പൻറ്റിൻ ഓയിൽ. ഇതും നമ്മുടെ ഈ ഒരു വിക്സിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹെയറിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് കുറേ പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഈ ഒരു വിക്സ് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് മെയിനായിട്ട് കഫത്തിനും ജലദോഷത്തിനൊക്കെ മാത്രം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു, അല്ലെങ്കിൽ നമ്മുടെ ചില ഈ ഒരു വിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയും വേദനയുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നാഡി കോശങ്ങളിലേക്ക് ഒന്ന് റിലീഫ് ചെയ്തിട്ട് നമുക്കൊരു പെയിൻ റിലീഫ് കിട്ടാനുള്ളൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടർപ്പൻ്റെ ഓയിലും അതുപോലെ തന്നെ മെൻതോളും കർപ്പൂരമൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് ഇരട്ടിയാക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊരു ഇതുമില്ല കേട്ടോ, ഒരു സത്യമില്ല, സയൻറ്റിഫിക്കലി ആയിട്ട് ഒരു പ്രൂഫും ഇല്ല. അതുകൊണ്ട് വിക്സ് തലയിൽ തേച്ച മുടി വളർച്ച ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെയാണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ പെയിൻ റിലീഫിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ചുമ, കഫക്കെട്ട് അങ്ങനെയുള്ളതൊക്കെ മാറ്റാൻ മാത്രമാണ് ഇതുകൊണ്ട് യൂസ് ഉള്ളൂ. ഇതിൽ മെയിനായിട്ട് അവർ കുറേ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇതിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മുടിയിൽ ഇത് തേക്കുകയാണെങ്കിൽ, തലയോട്ടിൽ ഇത് തേക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. ചിലപ്പോൾ മുടി കൊഴിഞ്ഞു പോകാനും ഉള്ള മുടിയിൽ നമ്മുടെ ആ ഒരു പിഗ്മെൻറ്റേഷൻ നഷ്ടപ്പെട്ടിട്ട് മുടി നരയ്ക്കാനും കാരണമാവും കേട്ടോ. അപ്പോൾ വിക്സ് ഒരിക്കലും തലയിൽ തേക്കരുത്. ഞാൻ 2 ദിവസം ഞാൻ തേച്ചിട്ടുള്ളൂ. ആ സമയത്ത് അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, തലയിൽ ഒരുമാതിരി മന്തിപ്പ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് തലയൊക്കെ ഒരുമാതിരി നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ നല്ല പായസമൊക്കെ കുടിച്ചിട്ട് നമുക്ക് മപ്പാവില്ലേ, അതുപോലെ നമുക്ക് ഈ ഒരു വിക്സ് തേച്ചാൽ ഫീൽ ചെയ്തിട്ട്. അപ്പം ഞാൻ അന്നൊക്കെ കുറേ വർഷങ്ങൾ മുമ്പാണ് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മനസ്സിലാവും തേച്ചിട്ട് ഒരു ഉപകാരം ഇല്ല എന്ന് മനസ്സിലാവും. അപ്പം നമ്മളത് സ്റ്റോപ്പ് ചെയ്യട്ടോ. അപ്പോൾ വിക്സ് തേച്ചുകൊണ്ട് മുടി വളർച്ച ഒട്ടും ഇരട്ടിയാവില്ല. അപ്പോൾ മുടി വളർച്ച ഇരട്ടിയാവാനോ അല്ലെങ്കിൽ മുടി വളർച്ച കുറയാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വേണ്ടത് പറയുന്നത്, നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ നിന്നും കിട്ടാതാവുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് കുറയും. അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളുണ്ട്, തലയോട്ടിൽ കുറേ കോശങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ക്ലോഗ് ആവുക അല്ലെങ്കിൽ താരം പോലെ വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രക്തഓട്ടം കുറയുക, അതായത് മുടി വളർച്ച ഒട്ടുമില്ലാതെ ഹെയർ ഫോളിന് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. അല്ലാതെ വിക്സ് ഒന്നും തലയിൽ തേച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല. നമുക്ക് ഒരുപാട് നാൾ വിക്സ് ഉപയോഗിച്ചാൽ നല്ലൊരു സൈഡ് എഫക്റ്റ് നമുക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മുടിയിൽ തേക്കാതിരിക്കുക. അപ്പോൾ ഈ താരൻ പോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ ഉണ്ടാവും. വെളിച്ചെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഹെയർ ഗ്രോത്തിന് പറ്റിയിട്ടുള്ള നല്ല ഓയിലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി വളർച്ച കൂടാനും ഹെയർ ഫോൾ കുറയാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് നമ്മൾ എടുക്കുക എന്നതാണ്. പിന്നെ വിറ്റാമിൻ D3ൻ്റെ വൈറ്റമിൻ ഡിയുടെ എഫിഷ്യൻസി കുറവാണെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ മുടി വളർച്ച നന്നായിട്ട്, ഹെയർ ഫോൾ ഉണ്ടാവും, മുടി വളർച്ച കുറയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഹെയർ മാസ്കുകളൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഹെയർ മാസ്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. മുടി വളർച്ച ഒന്ന് കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അലോവേരയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ജെല്ലൊക്കെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ.
പിന്നെ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല ഹെയർ മാസ്കുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഹെയർ മാസ്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കെമിക്കലൊന്നും അധികം ഇല്ലാത്ത ഹെയർ മാസ്കുകൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് തേക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്മൂത്തനിങ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് എങ്ങനെ നമുക്ക് കൂട്ടാം, എങ്ങനെ മുടി കൊഴിച്ചിൽ എങ്ങനെ നിർത്താം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെയർ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഹെയറിന് ഏതാണോ നല്ല ഹെയർ ഓയിൽ അത് ഏതാണെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഉപയോഗിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. പകുതി വെച്ച് നിർത്താൻ പാടില്ല. ഒരു 3 മാസമെങ്കിലും നമ്മളൊരു ഹെയർ ഓയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. 1 മാസം യൂസ് ചെയ്താൽ മാത്രമോ ഹെയർ ഗ്രോത്ത് ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയുന്നില്ല എന്ന് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നാളത് ഉപയോഗിക്കുക, എന്നാൽ മാത്രമേ നമുക്കത് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ മാറി മാറി ഓരോരോ ഓയിൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ആ ഒരു അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഏത് ഹെയർ ഓയിലും നമ്മുടെ തലയിൽ പിടിക്കാതെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ ഹെയർ ഓയിൽ നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിയുക എന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾക്ക് ഏതാ നല്ലത് പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. കാരണം ഞാൻ കുറേ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മുടി നന്നായി കൊഴിയണ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തില്ല. പകരം അതിന് കൂടുതലായിട്ട് മുടി കൊഴിയാണ് മാത്രമേ ഉണ്ടായതുള്ളൂ. അപ്പോൾ ഒരു ഹെയർ ഗ്രോത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഓയിൽ കണ്ടുപിടിച്ചു. അതാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8-7 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. 8-7 കൊല്ലമായിട്ടുണ്ടാവും, ഒരു 5-6 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല, 5-6 കൊല്ലമായിട്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. ഡിഗ്രി ഫസ്റ്റ് ഇയർ അങ്ങനെ പഠിക്കുമ്പോഴാണ് ഞാൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇന്ദുലേഖ ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. അത് നിർത്തിയ മുടി കൊഴിച്ചിലുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ ഇതുവരെ അത് നിർത്തിയിട്ടില്ല. ഞാൻ ആ ഓയിൽ അപ്ലൈ ചെയ്യണത് ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല. വേറെ ഏതും ഹെയർ ഓയിൽ ഞാൻ അപ്ലൈ ചെയ്യാറില്ല. ഈ ഒരു ഹെയർ ഓയിൽ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് അത് നിർത്തിയ മുടി കൊഴിച്ചിലുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ചിലപ്പോൾ ഉണ്ടാവും. കാരണം നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് നിർത്തിയിട്ട് വേറെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് ചെയ്തില്ല. അപ്പോൾ മുടി ഒഴിച്ചിൽ ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വിക്സ് തേച്ച് നമ്മുടെ മുടി വളർച്ച കൂടുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രൂഫും ഇല്ല. അതുകൊണ്ട് തലയിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല നല്ല രീതിയിലുള്ള നാച്ചുറൽ റെമഡീസ് നമ്മൾ ട്രൈ ചെയ്തിട്ട് അത് നമ്മുടെ ഹെയറിൽ മാസ്കുകളായിട്ടൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ആഴ്ചയിലേക്ക് സ്പാ ചെയ്യണം, ആഴ്ചയിലല്ല മാസത്തിലൊക്കെ സ്പാ ചെയ്യണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഹെയർ ഗ്രോത്ത് ഇല്ലാതെ, എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നത്, അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എന്ത് കാരണങ്ങളാണെന്ന് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ തന്നെ എന്താ പറയുക സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നതാണ് കേട്ടോ ചെയ്യേണ്ടത്. നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ മുടി കൊഴിയണത്, എന്തൊക്കെയാണ് കുറവുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണ് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.